ഈ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും ഉണ്ടായിരുന്ന കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കി എന്നുള്ള കൊച്ചി മെട്രോ യഥാർത്ഥ പിണറായി വിജയന്റെ പ്രോജക്റ്റ് അല്ല. കൊച്ചി മെട്രോ മറ്റേ ഉമ്മൻചാണ്ടിയുടെ പ്രൊജക്ട് അല്ലല്ലോ. വിഴിഞ്ഞം പ്രൊജക്ട് ഷൺമുഖദാസ് കൊണ്ടുവന്ന പ്രൊജക്ടിലേത് ഷാഫി പറമ്പിൽ ചുമതല കൊടുത്തായിരുന്നോ? 4 വർക്കിംഗ് പ്രസിഡന്റുമാരില്ലേ? ഷാഫി പറമ്പിലിന് AICC പറയുകയാണ് ഷാഫി പറമ്പിലിന് ഞങ്ങൾ ചുമതല കൊടുത്തിരിക്കുന്നു. ഷാഫി പറമ്പിൽ എന്താ ചെയ്തേക്കുന്ന? ഒരു 1000-ഓളം വരുന്ന SDPIക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു യാത്ര നയിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് വേറെന്താ ഉള്ളത്? ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം 76% പോളിംഗ് 2021 നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 2026 ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ആ കണക്കുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് 73% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ 80 സീറ്റിന് താഴേക്കാണ് UDF പോകുന്നത് എന്നുണ്ടെങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി സുധാകരൻ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതും ഒരു രാഷ്ട്രീയ വസ്തുതയാണ്. ഞാനിതിൽ പറയുന്നത്, ഞാൻ ഇതിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വരും എന്നല്ല, ഒരു ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, റാഷിദിന്റെ പ്രവചനത്തിൽ 100-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. VD സതീശൻ പറയുന്നത് 100-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിൽ വരുമെന്നാണ്. അതുക്കും മേലെ 110 സീറ്റ് വരെ ആയേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനുമപ്പുറത്ത് ഒരുപാട് ഓൺലൈൻ മീഡിയകളുണ്ട്. അവരും 100-ന് മുകളിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാസർഗോഡ് ജില്ല നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മഞ്ചേശ്വരം ആർക്കായിരിക്കും? മഞ്ചേശ്വരം തീർച്ചയായിട്ടും UDF-നായിരിക്കും. കാസർഗോഡ് UDF-നായിരിക്കും. ഉദുമ LDF-നാണ് സാധ്യത കൂടുതൽ. കാഞ്ഞങ്ങാടും LDF. തൃക്കരിപ്പൂരും LDF. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ 3 LDF-നും 2 UDF-നും. അവിടെ നമ്മൾ നേരെ കണ്ണൂർക്ക് വരുന്ന സമയത്ത് പയ്യന്നൂർ എന്തായാലും ഇത്തവണ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിൽ LDF-ന് തന്നെയായിരിക്കും. കല്യാശ്ശേരി LDF-ന് ഏറ്റവും. തളിപ്പറമ്പിലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ LDF തുടരും. ഇരിക്കൂർ UDF-ന്റെ ശക്തമായ സ്ഥലമാണ്. അഴീക്കോടാണ് UDF-നും LDF-നും സാധ്യതയുള്ള ഒരു സ്ഥലം. ചിലപ്പോൾ UDF-ന് കൊടുത്തേ. കണ്ണൂരും UDF ഇത്തവണ ജയിക്കും. ഓക്കെ, അപ്പോൾ അത് UDF-ന്. ധർമ്മടത്ത് പിന്നെ മത്സരമില്ല. LDF. തലശ്ശേരിയിലും LDF-ന് ഏറ്റവും. കൂത്തുപറമ്പ് LDF മണ്ഡലമാണ്. മട്ടന്നൂർ LDF മണ്ഡലമാണ്. പേരാവൂർ UDF മണ്ഡലമാണ്. ഒരു സംശയം വേണ്ട, UDF തന്നെ ജയിക്കും. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ 7-4 എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. 4 UDF-നും 7 LDF-നും. ഇത് മാക്സിമം ആണ്. വയനാട്ടേക്ക് പറയുമ്പോഴത്തേക്ക് 3 മണ്ഡലം UDF-ന് കൊടുത്തേ. അല്ല, ഓവർക്കോളിന്റെ മണ്ഡലത്തിൽ എനിക്ക് ഇതുണ്ട്. അതുകൊണ്ട് കൽപ്പറ്റയിലും ചില സാഹചര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും കൊടുത്തേ. വയനാട് തൂത്തുവാരിക്കോട്ടെ. കോഴിക്കോട് നിന്നത്തേക്ക് വടകര UDF ആണ്. കുറ്റിയാടി അതും കൊടുത്തേ UDF. ഇത്തവണ കൊണ്ടുപോകും. അത് എടുത്തോട്ടെ, കുഴപ്പമില്ല, നമ്മൾ തന്നിക്കതു. നാദാപുരം LDF തന്നെയാണ്. കൊയിലാണ്ടിയിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഓക്കെ, അത് നമ്മൾ റിസർവ് ചെയ്ത് നിർത്താം. ഒരു സീറ്റ് റിസർവ് ചെയ്ത് നിർത്താം. പേരാമ്പ്ര LDF വിജയിക്കും. അവിടെ ശക്തമായ മത്സരമാണ്, പക്ഷേ വിജയിക്കും. ബാലുശ്ശേരി LDF-ന് വലിയ. എലത്തൂര് ഡബിൾ LDF ആണ്. കോഴിക്കോട് നോർത്ത് LDF ആണ്. കോഴിക്കോട് സൗത്ത് UDF. ബേപ്പൂരിലാണ് മത്സരം നടക്കുന്നത്. നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത മത്സരം നടക്കുന്നത്. ഞാൻ പക്ഷെ റിസർവ് ചെയ്യുന്നില്ല. ഞാനത് LDF-ന് സീറ്റ് കൊടുത്തു. ധൈര്യത്തിൽ കൊടുത്തു. ഈ 4-ാം തീയതി വരെ അവർക്ക് നിന്നോട്ടെ. കുന്നമംഗലത്ത് ഇത്തവണ എന്ത് സംഭവിക്കുന്ന അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ച സ്ഥലമാണ്. ഇത്തവണയും LDF ജയിക്കാനാണ് സാധ്യത. ഓക്കെ, കൊടുവള്ളി UDF. തിരുവമ്പാടി ഇത്തവണ UDF പിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാനത് LDF-ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്തേക്ക് ഒരെണ്ണം നമ്മൾ റിസർവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 സീറ്റ് LDF-നും 4 സീറ്റ് UDF-നുമാണ് വരുന്നത്. മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 സീറ്റ് മാത്രം, പൊന്നാനി മാത്രമേ നമ്മൾ ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും UDF-നാണ്. അപ്പോൾ 15-1 എന്നുള്ള അത് ആ കൊടുങ്കാറ്റായിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോട്ടെ. അല്ല, ഇത് നമ്മൾ മാക്സിമത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, തിരൂരങ്ങാടി അത് ഓൾറെഡി ഇതിനകത്ത്. പാലക്കാട് തൃത്താല UDF. അല്ല, ഞാൻ കരുതുന്നില്ല, പക്ഷെ UDF-ന്. പട്ടാമ്പി LDF. ഷൊർണൂർ LDF ആണ്. ഒറ്റപ്പാലത്തും PK ശശി വൻ പോരാട്ടം നടത്തിയെങ്കിൽ പോലും പരാജയപ്പെടും. കോങ്ങാട് LDF ആണ്. മണ്ണാർക്കാട് UDF ആണ്. മലമ്പുഴ LDF. പാലക്കാട് ഇത്തവണ UDF പിടിക്കും. നിലനിർത്തും. തരൂര്
തരൂര് സ്വാഭാവികമാണ്. ചിറ്റൂര് UDF കൊടുത്തത്, ചിറ്റൂര് ഇത്തവണ UDF. അതാ UDF കൊടുത്തേക്കാം. നെന്മാറയൊക്കെ LDF, ആലത്തൂര് LDF തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 7-4 LDF-ന് 7, UDF-ന് 4, ഇതൊക്കെ മാക്സിമത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. സാധ്യതകളുടെ ഏറ്റവും അങ്ങേറ്റമാണത്. തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്ക് ചേലക്കര LDF, കുന്നംകുളത്ത് ഇത്തവണ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഗുരുവായൂർ ഇത്തവണ ചിലപ്പോൾ UDF പിടിക്കും. അങ്ങനെയൊക്കെയാണല്ലോ അത്ഭുതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാം പരമ്പരാഗതമായി കിട്ടിക്കൊണ്ട്. പക്ഷെ ഞാൻ ഈ 2-3 സീറ്റ് LDF-ന് തന്നെ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അതാ പറഞ്ഞത് 4-ാം തീയതി കൊടുത്തോ, 4-ാം തീയതി വരെ അവരുടെ പോക്കറ്റിൽ. മണലൂര് UDF-ന് കൊടുത്തേ. അത് നാടക നടന്ന തൽക്കാലത്തേക്ക് നമുക്ക് 4-ാം തീയതി പ്രതാപൻ നിലനിർത്തട്ടെ. വടക്കാഞ്ചേരി ഇത്തവണ UDF തിരിച്ചു പിടിക്കും കേട്ടോ. ഞാൻ LDF-ന് തന്നെയാണ് കൊടുക്കുന്നത്. ഒല്ലൂര് CPI-യുടെ ശക്തമായ സ്ഥലമാണ്. അത് ഇത്തവണയും LDF-ന് തന്നെയായിരിക്കും. തൃശ്ശൂർ ഇത്തവണ UDF-നായിരിക്കും. നാട്ടികയിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കും. LDF. കയ്പമംഗലം LDF-നെ കൊണ്ടു. ഇരിഞ്ഞാലക്കുടയിലാണ് മറ്റൊരു മത്സരം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല മത്സരമാണ് അവിടെ. UDF-ന് കൊടുത്തേ. കാരണം മറ്റ് ചില പൊളിറ്റിക്കൽ അല്ലാത്ത ചില കാരണങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ UDF-ന് കൊടുക്കാം. പുതുക്കാട് LDF. ചാലക്കുടി എന്തായാലും നിലനിർത്തും. UDF ഞാൻ പറയുന്നത് LDF പിടിക്കും. ഇല്ല. ഓക്കെ. കൊടുങ്ങല്ലൂർ എന്തായാലും LDF-ന് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. കാരണം നമ്മൾ നോക്കുമ്പോഴുന്ന സമയത്തേക്ക് ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9-4 രാജശേഖരൻ ഇത് വരുന്നേക്ക് 8-5 വരുന്നത്. അപ്പോൾ 9-4. അവിടുന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് എറണാകുളത്ത് പെരുമ്പാവൂർ UDF-ന്, അങ്കമാലി UDF, ആലുവ UDF, കളമശ്ശേരി UDF, പറവൂര് UDF, വൈപ്പിൻ LDF-നാണ് ഞാൻ കൊടുക്കുന്നത്. വൈപ്പിനിൽ ഇത്തവണ LDF വൈപ്പ് ഔട്ട് ആയി പോകും. സാധ്യതയില്ല. LDF തന്നെയാണ്. കൊച്ചി എന്തായാലും LDF നിലനിർത്തും. തൃപ്പൂണിത്തുറ LDF തിരിച്ചു പിടിക്കും. സാധ്യത വളരെ കുറവാണ്. LDF അവിടെ ഉറപ്പായിട്ട് നേടും. ഓക്കെ. എറണാകുളം UDF, തൃക്കാക്കര UDF, കുന്നത്തനാട് UDF, പിറവം UDF, മൂവാറ്റുപുഴ UDF, കോതമംഗലം UDF-ന് കൊടുത്തത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എറണാകുളത്ത് സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 സീറ്റ് UDF-നും 3 സീറ്റ് LDF-നുമാണ് വരുന്നത്. ആയിക്കോട്ടെ, 3 സീറ്റ് തൽക്കാലത്തേക്ക് ഇട്. കാരണം കളമശ്ശേരി ഉൾപ്പെടെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് പെരുമ്പാവൂർ കനത്ത മത്സരമാണുള്ളത്. പെരുമ്പാവൂർ കനത്ത മത്സരമാണ്. ഈ പറഞ്ഞ അങ്കമാലി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അങ്കമാലിലും കനത്ത മത്സരം തന്നെ ഉണ്ട്. കനത്ത മത്സരം ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇടുക്കി ദേവികുളം LDF തന്നെ പിടിക്കും. ഉടുമ്പൻചോല LDF തന്നെ പിടിക്കും. തൊടുപുഴയിൽ സംശയമില്ല, UDF തന്നെയാണ്. ഇടുക്കിയിൽ നല്ല മത്സരമുണ്ട്. പക്ഷേ LDF തന്നെയാണ് അവസാന റൗണ്ടിൽ ജയിക്കുക. അവിടെ ജോയ് വെട്ടിക്കുടി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കയറി പോകുന്നത്. അതൊക്കെ ഒന്നുമില്ല, പൊളിറ്റിക്കലി ആണല്ലോ. പീരുമേട് ഇത്തവണ എന്തായാലും UDF പിടിക്കും. അവിടെ സേനാപതി വേണമല്ലേ? ഓക്കെ. പാലയിൽ എന്താണ് സംശയം? ഒരു സംശയമില്ലല്ലോ. എന്താണ് അത്? UDF-നല്ലേ? സംശയം. അതേത് പാറ്റേണിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പാറ്റേണിലായാലും അവിടെ നിലവിൽ കഴിഞ്ഞ തവണ ഉണ്ടായ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയ അട്ടിമറിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. CPM വോട്ട് ചെയ്താൽ, എന്റെ ഒരു ഇതാണ്, CPM ജോസ് കെ മാണിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ജോസ് കെ മാണി ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം പോലെ CPM പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണയും മാണി സി കാപ്പൻ ജയിക്കും. ഇതാണ് എന്റെ. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞുതരാം, CPM 100% ഇപ്രാവശ്യം വോട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. കടുത്തുരുത്തിയിൽ എന്തായാലും വേറെ അട്ടിമറിയൊന്നും ഉണ്ടാവില്ല. UDF തന്നെ ജയിക്കും. വൈക്കത്തെ LDF ആണ്. സ്വാഭാവികമായിട്ട് LDF തന്നെ ജയിക്കും. ഏറ്റുമാനൂരിലും വാസവൻ തന്നെ ജയിച്ചു കയറാനാണ് സാധ്യത. കോട്ടയത്ത് തിരുവഞ്ചൂരിന്റെ കോട്ടയാണല്ലോ. ഓക്കെ. പുതുപ്പള്ളിയും അവിടെ ഒന്നും സംഭവിക്കില്ല. ചാണ്ടി തന്നെ ആയിരിക്കും. ചങ്ങനാശ്ശേരിയിലാണ് ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അത് UDF തിരിച്ചു പിടിക്കും. ഓക്കെ. കാഞ്ഞിരപ്പള്ളി LDF എന്തായാലും ജയരാജ് ജയിക്കും. പൂഞ്ഞാറിലാണ് ഇത്തവണ മറ്റൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. അത് UDF തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 9-ൽ 4 സീറ്റ് LDF-നും 5 സീറ്റ് UDF-നും പോകുന്നുണ്ട്. ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാകും. അതിനകത്ത് ഒരു സീറ്റ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതുകൊണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് അരൂര് ഇത്തവണ മത്സരത്തിലാണ് ഇട്ടേക്കുന്നത്. നല്ല മത്സരമാണെങ്കിൽ പോലും ഷാനിമോൾ ഉസ്മാൻ പിടിച്ചെടുക്കും എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷെ നമ്മളതൊരു റിസർവ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ചേർത്തല
ചേർത്തലയിൽ ഒന്നുമില്ല, പ്രസാദിനെ വീണ്ടും തുടരും. ആലപ്പുഴയിലും അവിടെ ഒന്നും സംഭവിക്കില്ല, ചിത്തരഞ്ജൻ തന്നെ തുടരും. പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്നത് UDF ആയിക്കോട്ടെ, കുഴപ്പമില്ല. അമ്പലപ്പുഴയിൽ ചിലപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവും. റിസർവ്ഡ് ആണ് വെച്ചേക്കുന്നത്. തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജി സുധാകരൻ നമ്മൾ അങ്ങനെ കുറച്ച് കാണണ്ട. റിസർവ്ഡ് ആണ് വെച്ചേക്കുന്നത്. കുട്ടനാട് ഇത്തവണ UDF. ഹരിപ്പാട് UDF ആണ്. രമേശ് ചെന്നിത്തലയുടെ സ്ഥലമാണ്. കായംകുളത്തും മറ്റൊന്നും സംഭവിക്കില്ല. മാവേലിക്കര LDF, ചെങ്ങന്നൂർ LDF തന്നെയാണ് വരാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 4-3 പിന്നെ 2 കനത്ത മത്സരം. ഒന്ന് അരൂരും അമ്പലപ്പുഴയാണ് ഞാൻ ഇട്ടത്. അരൂർ സീറ്റ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു പോയി എന്നുള്ളത്, LDFന്റെ കയ്യിൽ നിന്ന് പോയി തന്നെ ഞാൻ പറയും. ഉസ്മാൻ എന്തായാലും അവിടെ ജയിച്ചു. കാരണം ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഷാനിമോൾ ഉസ്മാനെതിരെ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പുകളുണ്ട്. ഇത് കൂടാതെ തന്നെ ദലീമിക്ക് ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണ ഉണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ CPM പാർട്ടിക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണോ? അല്ല, പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാവാതിരിക്കും. അത് പ്രകടമാവില്ല, അത് വോട്ടിങ്ങിലാണ് പ്രകടമാവുക. കോൺഗ്രസിലുള്ള തമ്മിലടിയൊക്കെ ഈ പ്രകടമാവും എല്ലാം, പക്ഷെ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറും. ഇവിടെയാണ് സംഭവിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴത്തേക്ക് തിരുവല്ലയിൽ ഇത്തവണ എന്തായാലും ഒരു അട്ടിമറി വിജയം ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ പല കാരണങ്ങളാൽ മാത്യു ടി തോമസ് ഇത്തവണ തോറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, മാത്യു ടി തോമസിന്റെ കുറെ വോട്ടാണ് അനൂപ് ആന്റണി പിടിക്കുന്നത്. എല്ലാവരും വോട്ട് പിടിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് ഇത്തവണ പിടിക്കാൻ സാധ്യത എന്ന് പറയുന്നത് മാത്യു ടി തോമസിന്. നമുക്കറിയാം UDF മണ്ഡലാണത്. ശരിക്കും മാത്യു ടി തോമസിന്റെ വ്യക്തിപ്രഭാവത്താലാണ് ഇത്രയും കാലം ജയിച്ചു വന്നത്. റാന്നിയിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല, അത് തുടരും. LDF തുടരും. ഞാനത് UDF കൊടുത്തേക്കുന്നത്. ആണോ? ഓക്കെ, ആയിക്കോട്ടെ. ആറന്മുളയിൽ ഈ തവണ വീണ ജോർജ് വീണു പോകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതും ആറന്മുളയും കൊടുത്തരാം, UDF കൊടുത്തേക്കാം. കോന്നിയിൽ ഒന്നും സംഭവിക്കില്ല. അടൂരിൽ ശരിക്കും ഒരു ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ LDF ശാന്തകുമാരൻ അത്ര ശാന്തതയിലായിരുന്നില്ല. ഓക്കെ, അവസാനത്തെ കരച്ചിലാണ് ശാന്തകുമാറിന്. അപ്പം 3 LDF-ഉം 2 UDF-ഉം എന്നുള്ള രീതിയിലേക്കാണ് അവിടെ. കൊല്ലത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കരുനാഗപ്പള്ളി UDF, അത് നേരത്തെ ആണ്, അത് തുടരും. ചവറ ഇത്തവണ UDF ചവറ UDF പിടിക്കും, അത്ര മാത്രമേ പറയുന്നുള്ളൂ. കുന്നത്തൂര് LDF. കുന്നത്തൂര് അയാളുടെ കുത്തമണ്ഡലാണല്ലോ. കൊട്ടാരക്കരയിൽ ഇത്തവണ കടുത്ത മത്സരമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാനത് UDF പിടിക്കുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. LDF തന്നെ തുടരും എന്ന് തന്നെയാണ്. പത്തനാപുരത്തും മത്സരമുണ്ട്, പക്ഷെ എങ്കിൽ പോലും LDF തന്നെ ഗണേഷ് കുമാറിന് ജയിക്കും. പുനലൂര് LDF ഒന്നും പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം LDF തന്നെയാണ്. കുണ്ടറ UDF തന്നെയാണ് കൊടുത്തേക്കുന്നത്. കൊല്ലം UDF തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇരവിപുരം എന്ന് പറയുമ്പോൾ LDF തന്നെയാണ്. ചാത്തന്നൂരിലേക്ക് വരുമ്പോഴത്തേക്ക് അതും LDF തന്നെയാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്ക്, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞു പോകണമല്ലോ, 7 സീറ്റ് LDF-നും 4 സീറ്റ് UDF-നും എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് വർക്കലയിൽ ഒന്നും മാറ്റം സംഭവിക്കാൻ സാധ്യത. ജോയി തന്നെ ജയിക്കാനാണ് സാധ്യത. ആറ്റിങ്ങലും LDF തന്നെ ആയിരിക്കും. ചിറയൻകീഴ് നമ്മൾ റിസർവ് ചെയ്തേക്കണം. ചിറയൻകീഴിൽ ചിലപ്പോൾ ഒരു ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ചിറയൻകീഴ് രമ്യ ഹരിദാസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എതിർപ്പുകളുണ്ട് അവിടെ. എതിർപ്പുകളുണ്ട് എല്ലാ സ്ഥലത്തും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്രാദേശികമായ എതിർപ്പുകളൊക്കെ പിന്നീട് പരിഹരിക്കപ്പെടും. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയാണ്. നെടുമങ്ങാട് LDF തന്നെയാണ്. നെടുമങ്ങാട് അങ്ങനെ പറയാൻ പറ്റില്ല. ആണോ? അത്ര ഈസി അല്ല. വാമനപുരം മാത്രമാണ് ശരിക്കും. തിരുവനന്തപുരത്തെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം ആണ് ശരിക്കും വാമനപുരം. അത്രയേറെ ശക്തമാണ്. കഴക്കൂട്ടത്താണല്ലോ ഇത്തവണ ത്രികോണ മത്സരം നടന്നൊരു സ്ഥലം. അത് മിക്കവാറും അത് കടകംപള്ളി തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, വട്ടിയൂർക്കാവ് ഇത്തവണ മുരളി ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ LDF തന്നെ പറയുന്നത്. മുരളി ജയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം UDF ജയിക്കും. നേമത്താണ് മറ്റൊരു ശക്തമായ മത്സരം നടക്കുന്നത്. LDF തന്നെ അവസാന റൗണ്ടിൽ കയറി പോരും. ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവിടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ക്രോസ് വോട്ടിംഗ് ഒക്കെ നടക്കും. ക്രോസ് വോട്ടിംഗ് അല്ല, കാരണം ഒരിക്കലും UDF അവിടെ വരത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെ നേമത്ത് UDF കഴിഞ്ഞ കുറെ കാലഘട്ടമായിട്ട് 3ാം സ്ഥാനത്ത് കിടക്കുന്ന UDF കെ മുരളീധരനെ പോലെ ഉള്ള ഒരാള് മത്സരിച്ചിട്ട് പോലും 9 MLA മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ 9 MLA ഉണ്ടായിരിക്കുന്ന സമയത്തെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാണണം. അല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ അന്ന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും? അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ അന്ന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു?
അല്ല അങ്ങനെയല്ല, നമ്മൾ അതുകൂടെ പരിശോധിക്കണം. കാരണം എത്ര പാർട്ടികൾ അതിനുശേഷം അതാണ് പറഞ്ഞത്, NDP എന്തെല്ലാം പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ആ ഒരു കാലഘട്ടമല്ല ഇത്. അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ കൃത്യമായിട്ടൊരു ഒരു പൊളിറ്റിക്കലായിട്ട് ഇപ്പം ലെഫ്റ്റ്, കോൺഗ്രസ്, അതായത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, ഈ മൂന്ന് മുന്നണികളുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അല്ലാണ്ട് യുണൈറ്റഡ് ഫ്രണ്ട് എന്നും ലെഫ്റ്റ് ഫ്രണ്ട് എന്നും നാഷണൽ ഡെമോക്രാറ്റ് അങ്ങനെയൊന്നും അല്ല ഇത്. ഇതിനകത്ത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഈ മൂന്നിലാണ് കേരളത്തിലുള്ള ആളുകൾ നിലനിൽക്കുന്നത്. നമ്മൾ കാണേണ്ടതെന്നറിയാം, അതിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം വെച്ചിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമുക്കത് അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു മധ്യവർഗം നമ്മുടെ കേരളത്തിൽ ശക്തമാണ്. അവരുടെ തീരുമാനമാണ് ഭരണം അങ്ങോട്ടാ മാറുന്നത്. അത് നമ്മൾ കാണാതെ പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവില്ലല്ലോ. ഭരണമാറ്റം ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ കാണുന്ന പ്രകടനം നയിക്കുന്നവരും ഒന്നുമല്ല, അല്ലാത്ത കുറെ നിശബ്ദരായ അവിടത്തെയാണ് ഈ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. അവിടെയാണ് കാരണം കേരളത്തിലെ ഭരണമാറ്റം തീരുമാനിച്ചു കൊണ്ടിരുന്ന നിഷ്പക്ഷരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 നടന്നിട്ടുള്ള മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയും. ഈ 2011 തുടങ്ങി 2021 വരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു കാരണവശാലും UDF വിജയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത 57 മണ്ഡലങ്ങളുണ്ട്. അല്ലെങ്കിൽ UDF LDF പരാജയപ്പെടുത്താൻ സാധിക്കാത്ത 57 മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ചുകൊണ്ട് അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒറ്റ കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ 4 മാസം മുന്നേ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുണ്ട് അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും CPM-ന്റെ LDF കയ്യിൽ നിന്ന് എത്ര സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പോയിട്ടുണ്ട്? അതായത് എത്ര പഞ്ചായത്തുകൾ പോയിട്ടുണ്ട്? ആ സ്ട്രക്ചർ പറയുമ്പോൾ ഈ പഞ്ചായത്തുകൾ വെച്ചാണല്ലോ പഞ്ചായത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓരോ വീടുകളും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഞാൻ താമസിക്കുന്ന എൻ്റെ വാർഡ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% കോൺഗ്രസ് അനുകൂല വാർഡാണത്. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒരു 200-250 വോട്ടിന് ജയിക്കേണ്ട വാർഡാണ്. പക്ഷെ അവിടെ ഇപ്രാവശ്യം ജയിച്ചേക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാളാണ് ജയിച്ചേക്കുന്നത്, ഒരു വനിതയാണ്. എന്തുകൊണ്ടാണ് അവർ വിജയിക്കാൻ കാരണം? അവർക്ക് വ്യക്തിപ്രഭാവം ഉണ്ടാവും. അവർക്ക് വ്യക്തിപ്രഭാവമല്ല, അവർ ആ ഒരു വാർഡിന്റെ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഓടിയെത്തി ഇടപെടുന്ന ആളാണ്. അതുകൊണ്ടാണ് അവർ ജയിച്ചു പോയത്. അതാണ് ത്രിതല പഞ്ചായത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ. ഞാൻ അത് അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആകമാനം ഒട്ടും പൊളിറ്റിക്കൽ ആയിട്ടല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറയാം. നമുക്ക് പല ജില്ലാ പഞ്ചായത്തുകളും അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് വസ്തുത ഉണ്ടാവണ്ടേ, അല്ലാണ്ട് നമ്മൾ വെറുതെ അന്ധമായി. അതല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. കാരണം നിയമത്തൊക്കെ UDF വിജയിക്കുന്ന എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അവിടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ ബോധത്തെ ചോദ്യം ചെയ്തില്ല. അല്ല, അങ്ങനെ രാഷ്ട്രീയ ബോധമൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഇരുമ്പലൊക്കെ ഒന്നുമല്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യാം. എല്ലാ അത്ര ആളുകൾ മാറുക. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് BJP ഇവിടെ ശക്തി പ്രാപിക്കുന്നത്? എന്താ പുതുതായിട്ട് പുറത്തുനിന്ന് ആൾ വരുന്ന BJP? അത് ഇവിടെ തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റല്ലേ അത്? നിലപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റല്ലേ അത്? അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്ക് അരുവിക്കര UDF കൊടുത്തരാം, പാറശാല അത് UDF കൊടുത്തരാം, കാട്ടാക്കടയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം എന്തെങ്കിലും സംഭവിക്കാമെന്നല്ല, ചിലപ്പോൾ LDF വിജയിച്ചേക്കാം. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ ചിത്രം അല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നു, കോവളം എന്തായാലും UDF കൊടുത്തരാം, നെയ്യാറ്റിൻകരയിലേക്ക് കടുത്ത മത്സരം ഇത്തവണ. അപ്പോൾ അവിടെ പരാജയപ്പെടും. അങ്ങനെ സിറ്റിംഗ് MLA പരിചയപ്പെട്ട ചരിത്രം ഇല്ല ഇവിടെ. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്രാവശ്യം LDF സംബന്ധിച്ചിട്ട് LDF ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോജക മണ്ഡലങ്ങളിലെ MLA-മാരോട് വോട്ടർമാർക്ക് എതിർപ്പില്ല എന്നുള്ളതാണ്. അത് എല്ലാ സർവേകളിലും. പക്ഷേ കേരളത്തിൽ, അതായത് നമ്മുടെ കേരളത്തിൽ 140 മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആരാന്നറിയാം? പിണറായി വിജയനാ. അല്ല, അതായിക്കൊള്ളട്ടെ, അതും കൂടി നമ്മൾ കാണണം. അല്ല, ഞാൻ പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഡെവലപ്മെന്റ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും. മാത്രം ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രഭാവം കാണാൻ ഇത് തുടർച്ചകളാണെന്നേ. അല്ല, ഇത് ഞാനൊരു കാര്യം, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും ഉണ്ടായിരുന്ന കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ആളാണ്. കൊച്ചി മെട്രോ യഥാർത്ഥ പിണറായി വിജയന്റെ പ്രോജക്റ്റ് അല്ല. കൊച്ചി മെട്രോ മറ്റേ ഉമ്മൻചാണ്ടിയുടെ പ്രൊജക്ട് അല്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞത് തുടർച്ചയാണ്. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ പ്രൊജക്ട് കേരളത്തിൽ വിഴിഞ്ഞം പ്രൊജക്ട്
പ്രൊജക്ട് ആരുടെയാണ്? വിഴിഞ്ഞൊക്കെ ഉപേക്ഷിക്കപ്പെടാൻ നിങ്ങൾ വിഴിഞ്ഞം പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ AC ഷൺമുഖദാസ് കൊണ്ടുവന്ന പ്രൊജക്ടിലേത്. അതെ, അത് പിന്നീട് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് കെ.വി. തോമസ് ഇപ്പം കോൺഗ്രസിലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്നോട് തന്നെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ഇത് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ഉമ്മൻചാണ്ടിന്റെ ഒറ്റ ഉറപ്പിലാണ് ഇത് പിന്നീട് ജീവൻ വെക്കുന്നത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ ഇവിടെ ഭരിക്കാൻ സമ്മതിക്കാതിരുന്ന ഒരു വ്യക്തിയുടെ പേരായിരുന്നു VD സതീശൻ. ആ VD സതീശനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ പറഞ്ഞ ഞാൻ കുറച്ച് പറയും. കാരണം അറിയാം, ഈ പറയുന്ന VS അച്യുതാനന്ദനെ ഭരിക്കാൻ വേണ്ടി ഒരിക്കലും സമ്മതിക്കാതിരുന്ന ഒരു നേതാവായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, നിങ്ങൾ ഈ പറയുന്ന വികസന നായകനായ ഈ പിണറായി വിജയൻ. അല്ല, ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം CPM-നെ സംബന്ധിച്ച് അല്ല അങ്ങനെയല്ല പറയുന്നത്. കാരണം വെച്ചാൽ നമ്മള് ഒരു രാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. CPM-നെ സംബന്ധിച്ചിട്ട് CPM എപ്പോഴും എന്താ പറയുക, ഈ ഒരു ഗവൺമെന്റിന്റെ മേൽ ഒരു നിയന്ത്രണം ഉണ്ടാവും. അപ്പൊ ചോദിക്കായിരിക്കും ഇപ്പോഴില്ലെന്ന് ചോദിക്കായിരിക്കും. ഞാൻ പറഞ്ഞത് കാരണം കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് തോന്നുന്നതല്ലേ അകാല മരണത്തോടുകൂടി യഥാർത്ഥത്തിൽ സെക്രട്ടറി അതൊക്കെ നമുക്ക് തോന്നുന്നതല്ലേ അതൊക്കെ ഇത് സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഒറ്റ ചോദ്യം അങ്ങോട്ട് വയ്ക്കാം. ഇപ്പം യഥാർത്ഥത്തിൽ CPM-ന് സെക്രട്ടറി ഉണ്ടല്ലോ? എവിടെയാ ഈ ഇലക്ഷൻ എവിടെ ഉണ്ടാവാതിരുന്നത്? ഇവിടെ ഈ 140 മണ്ഡലത്തിൽ വെച്ച ഹോർഡിംഗ്സിൽ വെറും പിണറായി വിജയൻ അതൊരു ആ പാർട്ടിയുടെ തീരുമാനമല്ലേ അത്? അത് ശരി. എന്തുകൊണ്ടാണ് VD സതീശനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നയിച്ചത്? VD സതീശന്റെ ഫോട്ടോ എന്താണ് കാലിക്കട്ടിൽ പല സ്ഥലങ്ങളിൽ നിന്നും വെട്ടിക്കളഞ്ഞത്? എന്താണ് ആലപ്പുഴയിൽ പല സ്ഥലങ്ങളിൽ നിന്നും വെട്ടിക്കളഞ്ഞത്? കോട്ടയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും വെട്ടിക്കളഞ്ഞത് എന്തിനാണ്? അല്ല, എന്ത് ജനാധിപത്യ പാർട്ടി? കാരണം അതായത് ഒരു പ്രതിപക്ഷ നേതാവ്, കാരണം പണ്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കരുണാകരൻ നയിക്കുന്ന സമയത്ത് കരുണാകരന്റെയും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാകുമായിരുന്നു. അതുകൂടാതെ ആന്റണി നയിക്കുന്ന സമയത്ത് ആന്റണിയുടെയും ഈ പറഞ്ഞ മറ്റേ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ടാകുമായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു VD സതീശന്റെ ഫോട്ടോ? അതുകൂടാതെ ഞാൻ ഈ പ്രാവശ്യം KPCC എവിടെയായിരുന്നു? KPCC അധ്യക്ഷനും അവിടെ മത്സരിക്കല്ലേ? എവിടെ മത്സരിക്കുന്നു? ഒരാൾ മാത്രം KPCC അധ്യക്ഷനാവാനായിട്ടുള്ളോ? ഒരാൾ മാത്രം KPCC അധ്യക്ഷനാവണം. തീർച്ചയായും ചോദിക്കട്ടെ, KPCC-ന്റെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഒരാളാണ് ഷാഫി പറമ്പിൽ ചുമതല കൊടുത്തായിരുന്നോ? 4 വർക്കിംഗ് പ്രസിഡന്റുമാരില്ലേ? ഷാഫി പറമ്പിലിന് AICC പറയുകയാണ്, ഷാഫി പറമ്പിലിന് ഞങ്ങൾ ചുമതല കൊടുത്തിരിക്കുന്നു. ഷാഫി പറമ്പിൽ എന്താ ചെയ്തേക്കുന്ന? ഒരു 1000-ഓളം വരുന്ന SDPI-ക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു യാത്ര നയിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താണ് KPCC എന്ന് ചോദിക്കുക? ഷാഫി പറമ്പിൽ ഇലക്ഷനിൽ പിന്നെ കൃത്യമായിട്ട് ഉണ്ടായിന്ന് പറയുമ്പോൾ അത് തിരുത്തണം. അതായത് ഷാഫി പറമ്പിൽ ഒരു ജാഥ നടത്തുമ്പോ അത് SDPI-ക്കാരുടെ ജാഥ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CPM-ൽ മുസ്ലിമിന്റെ കുറെ നേതാക്കന്മാരല്ലേ, അവരെ കുറിച്ച് അങ്ങനെ പറയാത്തത്? അങ്ങനെ പറയാത്ത എന്തുകൊണ്ട് T സിദ്ദിഖിനെ മലബാർ ഏരിയയിൽ ഷാഫി പറമ്പിൽ കാൽവരാൻ ശ്രമിക്കുന്നു? ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ആരുണ്ടാക്കുന്നത്? ഇതൊക്കെ ആരുണ്ടാക്കുന്നത്? നികേഷിന്റെ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന സാധനം ഒരിക്കലുമല്ല. ഇതൊക്കെ വെറുതെ പറയില്ല. കാരണം ഒരു മിനിറ്റ്, ഷാനിബ് എങ്ങനെയാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസിന് പോകാൻ കാരണം എന്താണ്? പലർക്കും പലതരത്തിലുള്ള വ്യക്തിപരമായ സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ പറയുന്നത് കാരണം ഷാനിബ് എങ്ങനെയാണ് പോകാൻ കാരണം? നമുക്ക് ഇവിടെ പയ്യന്നൂരിൽ നിന്ന് തുടങ്ങാം. പയ്യന്നൂരിൽ തുടങ്ങുന്നത് V കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് 6-7 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ജന്മി എങ്ങനെ ഇത്രയും നാളും ചോര കുടിച്ചു? നമുക്ക് തിരിച്ചു ഇദ്ദേഹം ഗോവിന്ദ മാഷത്തിന് പോയി, ജി സുധാകരനെതിരെ പോയി. ഗോവിന്ദ മാഷിനെയൊക്കെ ഇന്നലെ നാട്ടുകാർ മലപ്പട്ടത്തിട്ട് കൂവി ഓടിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോ പറയുന്നത് രാജേഷ് ചേട്ടൻ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിന് നമ്മൾ ആ ഒരു ഫൈനൽ ഫിഗർ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 40 ലക്ഷത്തോളം വോട്ടുകൾ SIR-ന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്രാവശ്യം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ കേരളത്തിൽ ഇലക്ഷന്റെ പോളിംഗ് 85% ഏറ്റവും കുറഞ്ഞതുണ്ടാകണമായിരുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ മാത്രമേ ഒരു ഭരണവിരുദ്ധ തരംഗം എന്നുള്ള രീതിയിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 76% പോളിംഗ് 2021 നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 2026 ഇപ്പോൾ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ആ കണക്കുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് 73% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ.
ഇത് ഞാൻ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്, കണക്കാണ് പറയുന്നത്. ഇനി ജനങ്ങളുടെ മനസ്സിൽ എന്താകും എന്നുള്ളത് നമുക്ക് 4-ാം തീയതി സംസാരിക്കാം. പക്ഷെ ഫാക്ട് വെച്ച് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോ ഇത് മൊത്തം, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് നമ്മൾ 5 മുതൽ 8 സീറ്റ് വരെയാണ് നമ്മൾ UDF പറഞ്ഞിരിക്കുന്നത്. 5 മുതൽ 8 വരെ സീറ്റ്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് 15 സീറ്റും കൊടുങ്കാറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. വയനാട് ഫുൾ വാഷ് ഔട്ടാണ്. ഇടുക്കിയിൽ നമ്മൾ പീരുമേട് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെല്ലാം കൊടുത്തതിന് ശേഷവും UDF എത്തിച്ചേരാൻ പറ്റുന്നത് 68 സീറ്റിലേക്കാണ്. ജനങ്ങൾ അത് ഞാൻ പറഞ്ഞ 4-ാം തീയതി നോക്കാം. 4-ാം തീയതി പരിശോധിക്കും. നമ്മളിപ്പോൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 68 സീറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം LDF വരുന്നത് 65 സീറ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റിസർവ് നിർത്തിയിരിക്കുന്നത് ഒരു 7 സീറ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് 65, 68, 133, 140 സീറ്റ്. ഇതിനിടയിൽ മറ്റൊരു കണക്ക് കൂടെ ഉണ്ട്. നമ്മൾ പാലക്കാട് കൊടുത്തിരിക്കുന്നത് UDF നേമം കൊടുത്തിരിക്കുന്നത് UDF വട്ടിയൂർക്കാവ് കൊടുത്തിരിക്കുന്നത് UDF ഇവിടങ്ങളിലൊക്കെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് പറയാനുള്ള ഒരു ഫിഗർ ഇതാണ്. ഏതൊക്കെയായാലും ഇതില് ഞാൻ ഇതിൽ പറയുന്നത്, ഞാൻ ഇതിൽ UDF വലിയ ഭൂരിപക്ഷത്തോടെ വരും എന്നല്ല, ഒരു ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഞാനും കണക്ക് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഭരണമാറ്റം വന്നു എന്ന് കരുതി നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞ. പക്ഷെ ഈ ഏകപക്ഷീയമായിട്ട് ഇവിടെ ഏകപക്ഷീയമായിട്ട് വൻ സംഭവം നടക്കുന്നു പറയരുത്, ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, എന്റെ ഒരു കാൽക്കുലേഷൻ, അതായത് ഞാൻ കുറച്ച് ഇന്നലെ വൈകിട്ട് മുതൽ ഏകദേശം ഈ സമയം വരെ ഇരുന്ന് കുറച്ച് ആളുകളൊക്കെയുടെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലുള്ള പല ആളുകളൊക്കെയായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ 78 എന്നൊരു മാജിക്കൽ ഫിഗറിലേക്ക് LDF ഒരുപക്ഷെ എത്തിയേക്കാം. അതേസമയം തന്നെ 72 അല്ലെങ്കിൽ 73 എന്നൊരു മാജിക്കൽ ഫിഗറിലേക്ക് UDF എത്താനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ മുകളിലേക്ക് സതീശൻ പറയുന്നത് 100 സീറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ മറ്റൊരു വസ്തു കൂടെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ തന്നെ 80 സീറ്റിന് താഴേക്കാണ് UDF പോകുന്നത് എന്നുണ്ടെങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി സുധാകരൻ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതും ഒരു രാഷ്ട്രീയ വസ്തുതയാണ്. കണ്ണൂർ TO മോഹനന്റെ ഫ്യൂച്ചർ എന്താണ് എന്നറിയേണ്ടതുണ്ട്. പേരാവൂരെ കഥ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാവിടെയും പ്രശ്നമുണ്ട്. അങ്ങനെ ആടിക്കളിക്കുന്ന തന്നെ കുറെ സീറ്റുകൾ, അങ്ങനെയാണുള്ള ഭരണമാറ്റം ഉണ്ടാകുന്നത്. എല്ലാ ആളുകളും പ്രധാനപ്പെട്ട ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2008 ഈ മണ്ഡല പുനഃക്രമീകരണം, അതിനുശേഷം ഇനിയിപ്പോ 2028 വീണ്ടും മണ്ഡല പുനഃക്രമീകരണം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണത്. അതല്ലെങ്കിൽ എന്തായാലും രസം എന്നറിയാവാ, ഇപ്പൊ പിണറായി വിജയന് പോലും സിബിക്കുള്ള അത്രയും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് കൺവീനറൊക്കെ സംസാരിക്കുന്നത്, മരിച്ചതുപോലെ സംസാരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ സിബിക്ക് കോൺഫിഡൻസ് അല്ല. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ബേസിക്കലി ഇപ്പൊ അവരൊക്കെ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആയിട്ട് മടുത്തിട്ടുണ്ടാവുന്നേ. ഇതിപ്പോ PC വിശ്വനാഥ് ആകെപ്പാടെ ഞാൻ ചിരിച്ച് നല്ല ഗ്ലാമറസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ജോസ് കെ മാണി മാത്രം. ഞാൻ ആ മനുഷ്യന്റെ ഇത്രയും ദിവസത്തെ പത്രസമ്മേളനം എടുത്ത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി, ആർജവത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹം തോറ്റുപോയാലും അദ്ദേഹം ഓൾറെഡി രാജ്യസഭ അങ്ങനെയൊന്നുമല്ല. അത് കൃത്യമായിട്ട് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പത്രക്കാരെ കണ്ട മറ്റൊരു നേതാവിനെയും ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. ഈ പറയുന്ന VD സതീശൻ പോലും ഇന്ന് രാവിലെ പത്രക്കാരെ കാണുന്ന സമയത്ത്, ഞാൻ കേരളത്തിൽ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃത്യമായി ഉറക്കമില്ല, വിശ്രമമില്ല, ഭക്ഷണമില്ല. എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മളൊക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മറ്റേ ഈ രാവിലെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയൊന്നും വെയിറ്റ് ലോസ് ചെയ്തിട്ട് ഒരു എക്സസൈസ് ആയിരുന്നു, അത് ഭരണത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് UDFന്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന 100-102 സീറ്റ് എന്നൊക്കെയുള്ള ഈ ഒരു എന്താ പറയാ, ഒരു ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമുക്ക് സമപ്പിക്കാം, എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. എൻ്റെ പ്രതീക്ഷ ഭരണ തുടർച്ച ഉണ്ടാവാൻ സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല.